സ്ഥിരം വിസിമാരില്ലാതെ സംസ്ഥാനത്തെ സർവകലാശാലകൾ അടുത്ത മാസത്തോടെ എല്ലാ സർവകലാശാലകളും ഇൻചാർജ് വിസിമാരുടെ ഭരണത്തിലേക്ക് നീങ്ങും. നിലവിൽ ആരോഗ്യം, ഡിജിറ്റൽ സർവകലാശാലകളിൽ മാത്രമാണ് സ്ഥിരം വിസിമാരുള്ളത്. ഗവർണർ സർക്കാർ തർക്കമാണ് സ്ഥിരം വിസി നിയമനം വൈകാൻ കാരണം. ഗവർണർ സർക്കാർ തർക്കം തുടരുന്നതും കേസുകൾ കോടതിയിൽ തീർപ്പാക്കാതെ നീളുന്നതുമാണ് സർവകലാശാലകളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത്. അടുത്ത മാസത്തോടെ സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളും ഇൻചാർജ് വിസിമാരുടെ ഭരണത്തിലേക്ക് നീങ്ങും. ആരോഗ്യം, ഡിജിറ്റൽ സർവകലാശാലകളിൽ മാത്രമാണ് നിലവിൽ സ്ഥിരം വിസിമാരുള്ളത്. ഡിജിറ്റൽ സർവകലാശാലയുടെ വിസി ഡോക്ടർ സജി ഗോപിനാഥ് അടുത്ത മാസം 16-നും, ആരോഗ്യ സർവകലാശാല വിസി ഡോക്ടർ മോഹൻ കുന്നുമേൽ അടുത്ത മാസം 29-നും പടിയിറങ്ങും. ഇതോടെ മുഴുവൻ സർവകലാശാലകളിലും ഇൻചാർജിമാരാകും ഭരണം. വിസി നിയമനവുമായി ബന്ധപ്പെട്ട് കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് വിസിമാരെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി ഉത്തരവ് നിലവിലുള്ളതിനാൽ ഹൈക്കോടതി തീർപ്പ് നിർണായകമാണ്. എന്നാൽ ഇൻചാർജ് ഭരണം മതിയെന്ന കടുംപിടുത്തത്തിലാണ് സർക്കാർ. വിസി നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ നൽകുന്ന ബില്ല് നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ അംഗീകരിക്കാതെ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. ഈ ബില്ല് തിരിച്ചയച്ചതും സർക്കാർ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.